മാവ് കലക്കി എടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്പ്രിംഗ് റോൾ ഷീറ്റാണ് കാണിക്കുന്നത്. സമൂസയും സ്പ്രിംഗ് റോളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല കനം കുറഞ്ഞിട്ടുള്ള ഈ ഒരു ഷീറ്റ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കണം. ഞാനിവിടെ 1.25 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. 1 കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളം എന്ന കണക്കിന് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കലക്കി എടുക്കാം. ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് മാവ് കലക്കി എടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ എടുക്കുന്നത് ഇതുപോലത്തെ 2 ബ്രഷാണ്. ഒരു ബ്രഷ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് വെച്ചിട്ടാണ് കനം കുറഞ്ഞ ഷീറ്റ് നമുക്ക് പാനിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ 2 ബ്രഷ് എടുക്കുന്നത് വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ബ്രഷ് എടുത്തിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. പാന് നല്ല ചൂടാവരുത്. ഒരു പാകത്ത് ചൂടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒട്ടും വിടവ് പാടില്ല. അതൊക്കെ നമുക്കിതുപോലെ മാവ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ചൂടായി കഴിഞ്ഞാൽ പാന് നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു പാനിൻ്റെ ചൂടിൽ കിടന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. 10-15 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്കതൊന്ന് വിട്ടിട്ട് ഈ ഒരു ഷീറ്റ് നമുക്കതിൽ നിന്ന് എടുക്കാൻ പറ്റും. നല്ല കനം കുറഞ്ഞ ഷീറ്റ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ചെയ്യാം. ഓരോന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അല്പം ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. ഇതിൻ്റെ മേലെ ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ അടുത്തത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ഇങ്ങനെ ഒട്ടി പിടിച്ച് നിൽക്കും. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ഓരോന്നിലും നമുക്ക് ഓയിലൊന്ന് തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോൾ ഷീറ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് മാവ് കലക്കി എടുത്തും കൊണ്ട് വളരെ സെക്കൻഡുകൾ കൊണ്ട് മതി നമുക്ക് ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സാധാരണ നമ്മൾ മാവ് കുഴച്ച് പരത്തിയെടുക്കൊന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ സ്പ്രിംഗ് റോളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് ചിക്കനും മുട്ടയും ചേർത്തിട്ടുള്ള കുറച്ച് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ഷീറ്റ് എടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാം. പിന്നെ നമ്മൾ സമൂസയ്ക്ക് ഒട്ടിക്കുന്നത് പോലെ തന്നെ മൈദ പേസ്റ്റ് കൊണ്ട് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ നമ്മുടെ സ്പ്രിംഗ് റോൾ റെഡിയാവും. ഇത് വെച്ചിട്ട് നമുക്ക് സമൂസയും ചെയ്യാം. സമൂസ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നീളത്തിൽ നമ്മൾ സമൂസേൻ്റെ ഒരു ഷീറ്റ് പോലെ കട്ട് ചെയ്തിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നിങ്ങൾ സമൂസയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്യാവശ്യം വലിയ പാൻ എടുത്തിട്ട് ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതായത് മാവ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ കനം കുറഞ്ഞ് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ഒരു മാവ് ബ്രഷ് ചെയ്ത് ഈ ഒരു ഷീറ്റ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും കിട്ടുന്നത്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു റോളാണ്. സാധാരണ നമ്മൾ മാവ് കലക്കി ഒഴിച്ചും കൊണ്ട് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതാക്കുമ്പോൾ ഇത്ര ക്രിസ്പി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നമ്മൾ കനം കുറച്ച് ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം നല്ല ക്രിസ്പിയാണ്. ഇൻഷാല്ല നോമ്പാണ് നമുക്ക് അടുത്ത് വരുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക്